എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, അവരുടെ ലൈഫിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ സമയം കിട്ടുവാണെങ്കിൽ എത്ര ലോങ് ആയിട്ട് പോകുന്നു നോക്കട്ടെ വീഡിയോ. ഒരുപാട് ലോങ് ആയില്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അവരുടെ കറണ്ട് ഫീലിങ്സും കൂടെ നോക്കാം കേട്ടോ. അഥവാ ഭയങ്കര ലോങ് ആയി പോയി വീഡിയോകൾ ഞാൻ കറണ്ട് ഫീലിങ്സ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, ഓർക്കുക ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്, ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് 100% റെസനേറ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എത്രത്തോളം റെസനേറ്റ് ആവുന്നോ അത്ര മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഇതൊരു ജനറൽ എന്റർടൈൻമെന്റ് ആയിട്ടും ഒരു ഗൈഡൻസ് ആയിട്ടും മാത്രം കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. Divine guide me. My viewers want to know what is the current situation of this special person. Please guide me. What is the current situation in the life of my viewers person? What is the current situation in the life of my viewers person? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ? ഓക്കെ, 7 of Cups വീണിരുന്നു, 10 of Cups, 6 of Swords, Devil, 3 of Swords, King of Cups, Ace of Wands, 2 of Swords and 8 of Swords. നിങ്ങളുടെ പേഴ്സന്റെ കൺഫ്യൂഷൻ ഈ ലൈഫിൽ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ ഇത്രയും കൺഫ്യൂഷൻ ആവും? ഓക്കെ, അപ്പോ പ്രഥമ ദൃഷ്ട്യ ഇത് കേസ് ബൈ കേസ് ബേസിസ് ആയിട്ട് തന്നെ എടുക്കുക. ഞാൻ ചെയ്യുന്ന റീഡിങ്ങിന്റെ ടൈപ്പ് അറിയാലോ. ലൈക്ക് എല്ലാവർക്കും ഒരേ റീഡിങ് ആയിരിക്കില്ല വരുന്നത്, കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാരാണ്. അപ്പൊ ആ ഒരുപാട് ആൾക്കാരുടെ എനർജീസ് ഡിഫറെന്റ് ഉണ്ടാവും. അത് നിങ്ങൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ എനർജിയും ഡിഫറെന്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാത് കാർഡ് അതാത് ആൾക്കാർക്കായിരിക്കും വന്നിരിക്കുക, അതുപോലെ മാത്രം എടുക്കുക. ഫസ്റ്റ് കാർഡ് വെച്ചിട്ട് ആദ്യം ജനറൽ ആയിട്ട് കാണുന്നത് പറയാം, ബാക്കി നമുക്ക് ക്ലാരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോ 7 of Cups വെച്ചിട്ട് ഇവരിപ്പോ ഒന്നുകിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ പ്രസന്റ് അവരുടെ ലൈഫിൽ ഒരുപാട് അവർക്ക് എടുത്താൽ പൊക്കാൻ പറ്റാത്ത അത്രയും റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അവര് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സിനാറിയോ, അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. യു ആർ നോട്ട് ദ ഓൺലി ചോയ്സ്. മനസ്സിലായോ? ആദ്യത്തെ കാർഡ്. സെക്കൻഡ് കാർഡ് വന്നിട്ട് ദേ ആർ ഹാപ്പി ഇൻ ദ ഫാമിലി. അവരുടെ ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ദേ ഹാവ് മൂവ്ഡ് ഓൺ. അടുത്ത തേർഡ് കാർഡ് വന്നിട്ട് അവരൊരു യാത്രയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോ അതെന്ത് റിലേറ്റഡ് ആണെന്ന് അറിയില്ല. ഒരുപക്ഷെ ഫാമിലിയുടെ കൂടെ ആവാം, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടാവാം. നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു യാത്രയെ പറ്റിയിട്ടാണ്. അത് അധികം ദൂരെ അല്ലാത്തൊരു യാത്ര. അധികം ദൂരെ അല്ലാത്ത മീൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുന്ന ഒരു യാത്രയാണ്. ഓക്കെ, ഒരുപാട് നാളെ, ഒരു മാസമൊന്നും കഴിഞ്ഞിട്ടുള്ള യാത്രയല്ല, അടുത്ത് തന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു യാത്രയാണ്. അതിനെപ്പറ്റി അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിലരുടെയെങ്കിലും പാർട്ട്ണർ ഇപ്പോൾ അഡിക്ഷൻസിന് അടിമയായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഈവൻ ടീ, കോഫി, ഒബ്സസീവ് ചിന്തകൾ, ഇതെല്ലാം അഡിക്ഷൻ്റെ ഇതിലായിട്ട് വരും. ഓക്കെ, നിങ്ങളിൽ ഒബ്സസ്ഡ് ആയിരിക്കാനും മതി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒബ്സസ്ഡ് ആയിരിക്കാം. നിങ്ങളുടെ തോട്ട്സ് വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ടുള്ള ഒബ്സഷൻ ആയിരിക്കാം. പക്ഷെ മേജറായിട്ട് നമ്മൾ പറയും ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോൾ റിലേറ്റഡ് അങ്ങനെ ഉള്ള ഒരു അഡിക്ഷൻ ആണ് അവിടെ നമ്മൾ കാണുന്നത്. ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും കേട്ടോ.
അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് കൂടെ അവർ പോയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ വിട്ടുപോയതിലുള്ള ഹാർട്ട് ബ്രേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് വേറൊരാളുടെ കൂടെ പോയി അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്. അതും നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ അറ്റ് പ്രസന്റ് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. വളരെയധികം സ്നേഹത്തോടെ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഏസ് ഓഫ് വാൻഡ്സ് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ്, ഇത് നിങ്ങൾക്ക് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് വരുന്ന ഒരാളുടെ എനർജിയാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും നിങ്ങൾക്ക് സ്നേഹിക്കുന്ന മനസ്സിലുള്ള വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു പ്രപ്പോസൽ, ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ ഓഫർ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബാക്കി അടുത്തത് ടു ഓഫ് സോർട്സ് പറയുമ്പോൾ ചിലരെങ്കിലും ഇപ്പോഴും കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ എന്ന് വിട്ടുമാറിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ സ്നേഹബന്ധത്തിലായിരിക്കും ഇവരുമായിട്ട്, പക്ഷെ ഇവര് ഒരു ക്ലിയർ ഡിസിഷൻ നിങ്ങളുടെ കാര്യത്തിൽ എടുത്തിട്ടില്ല. അവരൊരു രണ്ട് തോണിയിൽ കാല് വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. ഇമോഷൻസ് ഉണ്ട്, പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വെച്ചിട്ട് എയ്റ്റ് ഓഫ് സ്പോർട്സിന്റെ എനർജി പറയുമ്പോൾ ഒരു സെൽഫ് റെസ്ട്രിക്ഷന്റെ ഒരു എനർജിയാണ്, മനസ്സിലായില്ലേ? സിറ്റുവേഷൻ വേണമെങ്കിൽ അവർക്ക് മുന്നോട്ട് വന്ന് സോൾവ് ചെയ്യാം, പക്ഷെ അവരതിനുള്ള ഇനിഷ്യേറ്റീവ് ഇപ്പൊ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. എല്ലാം ക്ലാരിഫൈ ചെയ്തതിന് ശേഷമേ ഞാൻ ഫൈനലായിട്ട് ഒരു കൺക്ലൂഷൻ പറയുള്ളൂ. ഓക്കെ, എല്ലാവരുടെയും ജീവിതത്തിൽ സ്വല്പം ഒരു കൺഫ്യൂഷൻ ആയിട്ട് കാണേണ്ട. 10 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ് മാത്രമാണ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇനി മറ്റേ ഡെക്ക് എടുക്കാം. Please clarify 7 of cups. Please clarify 7 of cups. ഓക്കെ, റെസ്പോൺസിബിലിറ്റി തന്നെയാണത്. ഓക്കെ, അതൊരു മറ്റേ ചോയ്സ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളല്ലാതെ വേറെ ചോയ്സ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതല്ല അവിടെ കേട്ടോ. അവിടെ അവർക്ക് അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടോ അല്ലെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതൊരു ഹാപ്പി റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവിടെ കാണുന്നത്. ഒരു പക്ഷേ ഫാമിലിയിൽ ഒരു കല്യാണമോ ഒരു എൻഗേജ്മെന്റോ അല്ലെ അവരുടെ ആരുടെയെങ്കിലും ആയിട്ട് അതിന്റെ കാര്യങ്ങൾക്കുള്ള ഒരു ഓട്ടം, അങ്ങനെ ഒരു കാര്യമാണ് തോന്നുന്നത്. അതുമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആണ് ഇപ്പൊ അറ്റ് പ്രസന്റ്. അല്ലാതെ നിങ്ങളെ വിട്ടു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല. കാരണം 9 ഓഫ് കപ്സും ചാരിയറ്റും ആണ് വന്നിരിക്കുന്നത്. അതായത് ചെറിയ ഓട്ടങ്ങളായിരിക്കും. അതായത് ഇപ്പൊ ഒരു കല്യാണമാണ്, അതിന്റെ അറേഞ്ച്മെന്റ്സുമായിട്ട് ഓടി നടക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണുമല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണുന്ന വളരെ വിഷ് ഫുൾഫിൽമെന്റിന്റെ കാർഡും അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ ഇവർക്ക് അതിലും രണ്ട് സിനാറിയോ എടുക്കാം. ഒന്ന്, ഇവരുടെ ഫാമിലിയിൽ എന്തോ ഒരു ഇവന്റ് ഉണ്ട്, ഒരു ഹാപ്പി ഇവന്റ് ഉണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ തിരക്കിൽപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർക്കൊരു വിഷ് ഫുൾഫിൽമെന്റ് കിട്ടിയിട്ടുണ്ട്. മേ ബി ഒരു പുതിയ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കാണും. എന്തെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെന്റ്, അവർ തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം അവർക്ക് നടന്നിട്ടുണ്ട്. അതിന്റെ ഫുൾഫിൽമെന്റും ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇവര് ഇപ്പൊ ബിസിയാണ്, ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഈ പറയുന്ന സമയത്ത് ഇവരിങ്ങനെ കാറിലോ ബൈക്കിലോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ചാരിറ്റിന്റെ കാർഡ് വരുന്നത്. തിരക്കിൽപ്പെട്ട് കിടക്കുന്നു എന്നാണ് കാണുന്നത്. അല്ലാതെ നിങ്ങളോട് മാനസികമായ അകൽച്ച ഒന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു ചോയ്സ് ആയിട്ട് അവർ കാണുന്നുമില്ല കേട്ടോ. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സെറ്റ് കാർഡ് എടുക്കുമ്പോൾ നമുക്കൊരു അർത്ഥമായിട്ട് തോന്നും, പക്ഷെ കൂടുതൽ കാർഡ്സ് ക്ലാരിഫൈ ചെയ്ത് വരുമ്പോഴേ അതിന്റെ ഇൻഡെപ്ത് മീനിങ്, നമ്മളിതിന് 4 കാർഡ് എടുത്തിട്ട് അതിന്റെ മാത്രം അർത്ഥം പറഞ്ഞു പോയാൽ അത് ഒരു വേദന ഉണ്ടാക്കുന്നല്ലാതെ അതിന്റെ ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വീഡിയോസ് ഇത്തിരി ലോങ് ആയി പോകുന്നത്. കാരണം ഇൻഡെപ്ത് നോക്കിയിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളൊരു ചോയ്സ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോ എന്താ, അതല്ല അവിടെ സിനാറിയോ. സിനാറിയോ വേറെയാണ് അല്ലെ. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ഇത്ര സമയം എടുത്ത് ചെയ്യുന്നത് കേട്ടോ. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. ഒരു ഹാപ്പി ഫാമിലി എന്ന് ഞാൻ പറഞ്ഞില്ലേ,
അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്, പക്ഷെ അത് പുറമേക്ക് മാത്രമാണ്. ഓക്കെ, അവര് സാഡാണ്. 3 എന്ന് പറയുമ്പോൾ ഇൻസെക്യൂരിറ്റീസ് ആണ്. അവർ ആ സിറ്റുവേഷനിൽ അവര് പ്രിറ്റൻഡ് ചെയ്യാണ് അവര് ഹാപ്പി ആണെന്ന്. ഓക്കെ, അവരെ വീട്ടില് വളരെ സാധാരണമായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക. ഹസ്ബൻഡിന്റെ അടുത്ത് വൈഫിന്റെ അടുത്ത് നോർമലി തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ആ സിറ്റുവേഷൻ നിന്ന് ഒന്ന് മാറിപ്പോയാൽ കൊള്ളാവുന്നുള്ളൊരു ആഗ്രഹവും ഉള്ളിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരിക്കലും അതൊരു അവർക്ക് മിക്കവാറും ഫാമിലിയിൽ കുട്ടികളുണ്ടായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ഫ്രണ്ടില് നമ്മള് വളരെ സങ്കടമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യില്ലല്ലോ. സോ പുറമേക്ക് അവര് ഹാപ്പി ആയിട്ട് ഭാവിക്കുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, നിങ്ങളെ പറ്റിയുള്ള ഫിയേഴ്സ് ഉണ്ട്. നിങ്ങളെ വിട്ടുപോകുമോ എന്നൊക്കെയുള്ളൊരു, നിങ്ങൾ അവസാനം മടുത്തിട്ട് വിട്ടുപോകുമോ എന്നൊക്കെയുള്ള ഫിയേഴ്സ് ഇവർക്ക് ഉണ്ട്. ഓക്കെ, ആ സിറ്റുവേഷൻ ഒന്നും മാറിപ്പോവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, ക്ലാരിഫൈ. 6 of Swords. Clarify. 6 of Swords. നിങ്ങളുടെ പേഴ്സൺ അജിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആണ് ഈ യാത്രയെ പറ്റിയിട്ട്. ഒന്നുകിൽ നിങ്ങളെ കാണാനുള്ള വരവായിരിക്കണം. നോക്കാം നമുക്ക്. എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ട്, കാരണം കാർഡ്സ് ചാടി പോകുന്നു. ക്ലാരിഫൈ. 6 of Swords. സ്ട്രോങ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. ക്ലാരിഫൈ. 6 of Swords പ്ലീസ്. നിങ്ങളെ കാണാൻ വരിക തന്നെയാണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് വാൻഡ്സ്. ഉടനെ തന്നെ ഒരു ചെറിയ യാത്ര നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചിലർക്കാണ് കേട്ടോ, എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ വീണ്ടും എടുത്ത് പറയാണ്. എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. ഇത് ആരുടെ എനർജി ആണോ അവർക്കറിയായിരിക്കും. മേ ബി നിങ്ങളിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലായിരിക്കണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ ഉടനെ വരുന്നുണ്ട്. ഓക്കെ, വളരെ ഹൈ പാഷനേറ്റ് ആയിട്ട് വളരെ സ്നേഹത്തോടെയാണ് വരുന്നത്. നിങ്ങളെ അവർ ഹൈ റിഗാർഡ്സിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ക്വീൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് പറയുമ്പോൾ വളരെ എലിജിബിൾ ആയിട്ടുള്ള, പ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, കാര്യപ്രാപ്തിയുള്ള, ചുരുക്കി പറഞ്ഞ കാര്യപ്രാപ്തിയുള്ള ഒരു ആളാണ്. അതാണാവട്ടെ പെണ്ണാവട്ടെ. ഓക്കെ, അത് ക്വീൻ എന്നോ കിങ് എന്നോ അവിടെ എടുക്കണ്ട, ആ എനർജി മാത്രം എടുക്കുക. നിങ്ങൾ ഭയങ്കര കെയർ ഒക്കെ ചെയ്യുന്ന ഒരു ആളാണ്. കാരണം അവർക്ക് നിങ്ങളുടെ കെയർ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ കാര്യം അന്വേഷിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. അപ്പം നിങ്ങളെ ആ ഒരു കെയർ ആണ് അവർ അട്രാക്ട് ചെയ്തത്. ഓക്കെ, നിങ്ങൾ കാണാനും നല്ല ഒരാളായിരിക്കണം. അവര് നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആണ്. ഓക്കെ, അവരും നിങ്ങളും കേട്ടോ. ഇത് രണ്ടും വൈസ് വേഴ്സയും കൂടെ എടുക്കണം. ഞാനത് എപ്പോഴും പറയണ്ടല്ലോ അല്ലെ. ഞാൻ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അവരുടെ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ആയിരിക്കാം ഇതെല്ലാം. ഓക്കെ, അതായത് സിനാറിയോ പോലെ എടുത്തോളാം. ക്ലാരിഫൈ ദ ഡെവിൾ. ഒട്ടും നല്ല എനർജി അല്ലാതെ. ക്ലാരിഫൈ ദ ഡെവിൾ. എന്ത് കാർഡാ വന്നേന്നറിയോ? ഡെവിള് തന്നെയാ വന്നേ കേട്ടോ. ഡെവിളിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഡെവിള് തന്നെ. എനിക്ക് കാണിക്കാൻ പറ്റില്ല. ആൻഡ് സ്ട്രെങ്ത്. കണ്ടോ, ഡെവിൾ ആൻഡ് സ്ട്രെങ്ത്. എന്താ പറയാ, അവിടെ ഒരു സീരിയസ് അഡിക്ഷൻ തന്നെയാണ് കേട്ടോ. ഇത് സീരിയസ് ആയിട്ട് ഈവൻ ഡ്രഗ്സ്, പിന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ്, എക്സസീവ് സ്മോക്കിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്യുക, ഓവർ തിങ്കിങ് മൂലമാണ് ഇതിലേക്ക് പോയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ മനം എടുത്തിട്ട് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയി കാണണം. സെപ്പറേറ്റഡ് ആയി നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാനും വയ്യ. ഓക്കെ, നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. സമാധാനിപ്പിച്ച് ടൈം ചെയ്ത് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരണം. നിങ്ങൾ ക്ഷമിച്ചു എന്ന് അവരുടെ അടുത്ത് പറയണം എന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. തിരിച്ചുമാവാം. നിങ്ങൾ ഒരു അഡിക്ഷനിലോ ഈ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷനിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. ഓക്കെ,
ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തകർത്ത് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. ദൈവം നമുക്ക് ഒരു ലൈഫേ തരുന്നുള്ളൂ. അടുത്ത ലൈഫ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പായിട്ട് അറിഞ്ഞൂടല്ലോ, അല്ലെ? എല്ലാം നമ്മൾ വായിച്ചതും കേട്ടതുമായിട്ടുള്ള അറിവുകളാണ്. അപ്പം തന്ന ഒരു ജീവിതം ഒരു കാരണവശാലും നശിപ്പിച്ച് കളയരുത്. നിങ്ങളുടെ പേഴ്സണാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരും ഇതുപോലെ ഓവർ തിങ്കിങ്ങിലാണ്. നിങ്ങളെ സമാധാനിപ്പിച്ച് കൂടെ കൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അടുത്ത് വരാൻ പേടിയാണ്. ആ ഒരു പേടി അവരെ ഒരു അഡിക്ഷനിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ക്ലാരിഫൈ 3 of Swords. ക്ലാരിഫൈ 3 of Swords. ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലിരിക്കുകയാണ്. നൈറ്റ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് അവരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നതിന്റെ ബോട്ടം എന്താ അറിയോ? 3 of Swords. കുറച്ചൊന്നും അല്ല നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. വെരി സിവിയർ ഹാർട്ട് ബ്രേക്ക്. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞു പോയത് പോലും ആയിരിക്കാം. ഈവൻ നിങ്ങൾ മാരീഡ് കപ്പിൾ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്കിട്ടിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ഒക്കെ ചെയ്തിട്ട് ചിലപ്പോ പോയതായിരിക്കും. മേ ബി ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. പക്ഷേ അവിടെ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ സിറ്റുവേഷനിൽ അവര് നിങ്ങളുടെ അടുത്ത് ഒരു അപ്പോളജി ഒക്കെ ആയിട്ട് ഒരുപാട് സ്നേഹമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് സിനാറിയോ, എല്ലാ കാർഡ്സിനും ഒരേ സമയം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ഒരാളുടെ എനർജി അല്ലല്ലോ ഇതിൽ വരുന്നത്. സെക്കൻഡ് സിനാറിയോ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. അവര് നിങ്ങളെക്കാൾ അവരുടെ ഫാമിലി ചൂസ് ചെയ്തിട്ട് അവര് പോയി. നിങ്ങൾക്കൊരു സിവിയർ ഹാർട്ട് ബ്രേക്ക് തന്നിട്ട് പോയി. നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രോമിസസ് ചെയ്ത് കാണും. നിങ്ങൾക്ക് സിവിയർ ഹാർട്ട് ബ്രേക്ക് ആണ് കിട്ടിയത്. അവിടെ പോയ സ്ഥലത്ത് അവിടെ ഒരു റിജക്ഷൻ ആയി, മനസ്സിലായില്ലേ? അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആയി അവർക്ക്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു അപ്പോളജി ആയിട്ട് ഒരു സോറി ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരണം, വീണ്ടും സ്നേഹമായിട്ട് തുടരണം എന്ന്. ഇത് രണ്ടും ആവാം. Clarify King of Cups. Clarify King of Cups. Okay. 7 of Wands and the Empress. ഇത്രയും നാളും കിങ് ഓഫ് കപ്സിന്റെ എനർജി അറിയാലോ. അവര് ഒരുപാട് സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് ഒരു ആക്ഷനും എടുക്കില്ല, അങ്ങനെ ഇരിക്കുകയുള്ളൂ. സ്നേഹമൊക്കെ ഉണ്ട്, മുഖത്ത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ദേ ഡോണ്ട് എക്സ്പ്രസ് ദെയർ ലവ്. അങ്ങനെ ആക്ഷൻ ഒന്നും എടുക്കില്ല അതിന് വേണ്ടിയിട്ട്. അല്ല, സ്നേഹം പറഞ്ഞു കാണാം, പക്ഷെ ഒന്നും അതിനു വേണ്ടി മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ ഹൈ റെസ്പെക്റ്റ് ആണ്, നിങ്ങളെ ഒരു ഹൈ പെഡസ്റ്റലാണ് ഇവർ വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങളുടെ കെയർ ആയാലും. എംപ്രസിന്റെ എനർജി അറിയാലോ. അവര് ഭയങ്കര എന്താ പറയുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഒരു ടിപ്പിക്കൽ ടോറസ് എങ്ങനെയാണോ അങ്ങനെയാണ് എംപ്രസ്. അവരുടെ ഇരിപ്പ് തന്നെ കണ്ടില്ലേ, ഭയങ്കര എലഗന്റ് ആയിട്ടൊക്കെയാണ്. അവരെ കാണാൻ തന്നെ ഒരു എലഗൻസി ഉണ്ടാവും, കാണാൻ നല്ല ആളായിരിക്കും എംപ്രസ്. അല്ല, ഇതിന്റെ മെയിൽ വെർഷനും എടുത്തോളണം കേട്ടോ. അതേപോലെ ജോലിയിലൊക്കെ വളരെ നല്ലതായിരിക്കും, പെരുമാറ്റം ഭയങ്കര നല്ലതായിരിക്കും, സംസാരം ഭയങ്കര നല്ലതായിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടാൻ തോന്നും, അങ്ങനത്തെ ആൾക്കാര്. ആൻഡ് ദിസ് പേഴ്സൺ ഈസ് ഹൈലി അട്രാക്റ്റഡ് വിത്ത് യു. അവർക്ക് ഈ പറഞ്ഞ ടോറസിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് നിങ്ങൾക്ക്. അത് ഒരു ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു റെസ്ട്രിക്റ്റീവ് മോഡിലാണ് ഇപ്പോഴും. എല്ലാം ഉണ്ട്. കിങ് ഓഫ് കപ്സിന്റെ ആ എനർജി തന്നെയാണത്. നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല. കാരണം 7 ഓഫ് വോൺസ്, സെൽഫ് റെസ്ട്രിക്റ്റ്, ഒരു സാബോട്ടാജ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുന്നത്. മനഃപൂർവ്വം മെസ്സേജ് അയക്കാതിരിക്കുക. അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും. 7 ഓഫ് വോൺസ് ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ആയിട്ടെ. വൈ ദേ ആർ റെസ്ട്രിക്റ്റിംഗ് ദംസെൽസ്? വൈ ആർ ദേ സാബോട്ടാജിങ്?
Why do they sabotage? Please guide. കാരണം അവിടെ ഒരു ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്. അവർക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അവരുടെ ലൈഫിൽ വേറെ ഒരാളുണ്ട്, ഒരു സ്പൗസ് ഉണ്ട്. ഓക്കെ, ഇവരുടെ മേലെ കൺട്രോൾ ഉള്ള ഒരു സ്പൗസ് ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിങ്ങളുടെ അടുത്ത് ലവ് എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും അത്ര വേഗം സാധിക്കില്ല. ക്ലാരിഫൈ. ഏസ് ഓഫ് വോൺസ്. ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ക്ലാരിഫൈ ഏസ് ഓഫ് വോൺസ്. ക്ലാരിഫൈ ഏസ് ഓഫ് വോൺസ്. ഏസ് ഓഫ് വോൺസ് പറയുമ്പോൾ പുതിയ തുടക്കമാണ്, അറിയാലോ, ഒരു റൊമാൻറ്റിക് തുടക്കം ഒക്കെയാണ്. സൺ കാർഡാണ്. സൺ കാർഡ് വിത്ത് ദി ഹാങ്ഡ് മാൻ. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് തോന്നുന്ന എന്താ പറയുക, ഇവിടെ കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വോൺസ്, ദി സൺ ആൻഡ് ദ ഹാങ്ഡ് മാൻ. പക്ഷെ ഇപ്പറയും ഉള്ള കാർഡ്, അതിന്റെ രണ്ട് സൈഡിലുമുള്ള കാർഡ് തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഡിപിക്റ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇതൊരു ന്യൂ ലവ് ആണ്, നിങ്ങൾക്കൊരു പ്രപ്പോസലോ കാര്യങ്ങളോ അവരൊരു മൈൻഡ് ക്ലിയർ ആക്കിയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് വരുന്നു, ന്യൂ ലവ്. സെക്കൻഡ് സിനാറിയോ പ്രോമിനന്റ് ആയിട്ട് കാണുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി, അവരുടെ തോട്ട് പ്രോസസ്സ് മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റിവിറ്റിയുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് നിങ്ങൾക്കൊരു, കാരണം ആ സണ്ണിന്റെ കാർഡില് ഒരു കുട്ടി കുതിരപ്പുറത്ത് കയറി വരുന്ന ഒരു പിക്ചറാണ് കേട്ടോ. അതെനിക്ക് കാണിക്കാൻ പറ്റാത്ത കാരണം കുഞ്ഞ് ന്യൂഡാണ്, അതുകൊണ്ട് കാണിക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു അവരുടെ ചിന്തകൾ ക്ലിയർ ചെയ്തിട്ട് അവരുടെ തോട്ട് പ്രോസസ്സ് മാറിയിട്ട് ഒരു പോസിറ്റിവിറ്റിയുമായിട്ട് ഒരു ന്യൂ പ്രപ്പോസലുമായിട്ട് നമുക്ക് വീണ്ടും ഒന്നിക്കാം എന്നൊക്കെയുള്ള ഒരു പ്രപ്പോസലുമായിട്ട് അവര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പുറത്തും തേർഡ് പാർട്ടിയുടെ കാർഡ്സ് ആണ്. അപ്പൊ പ്രോമിനന്റ്ലി ഇവിടെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. ക്ലാരിഫൈ ടു ഓഫ് സോർട്സ്. ക്ലാരിഫൈ ടു ഓഫ് സോർട്സ്. ക്ലാരിഫൈ ടു ഓഫ് സോർട്സ്. ഓക്കെ, 6 ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് പെന്റക്കിൾസ്. അവരൊക്കെ ഇപ്പൊ മുൻതൂക്കം കരിയറിലാണ്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. ഓക്കെ, ആലോചിച്ച് നിൽക്കുന്നേ ഉള്ളൂ, തീരുമാനമായിട്ടില്ല. നിങ്ങളുടെ അടുത്തേക്ക് ഉറപ്പായിട്ടും വരുന്നു എന്നുള്ള ഒരു തീരുമാനം അവരവിടെ എടുത്തിട്ടില്ല. മനസ്സിൽ ആഗ്രഹം ഒരുപാടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ കാണുന്നത്, അത് കരിയർ റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇവര് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നത് എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ വേറൊരു തേർഡ് പാർട്ടി. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഡൂയിങ്? പ്ലീസ് provide guidance on what is his responsibility. Is it job related or family related or third party related? Okay, ഞാൻ റിലേറ്റഡ് ആയിട്ട് വന്ന കാർഡാണ് എടുക്കുന്നത്. ഫാമിലി റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ദിസ് എ ഫാമിലി കാർഡ്. ഫാമിലി റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അതായത് പഴയ ലോങ് ടേം ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ്, പുതുതായിട്ട് വന്നതൊന്നുമല്ല. ഇത് ലോങ് പാസ്റ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ്. അപ്പം ഞാനത് ഫാമിലി ആയിട്ട് തന്നെ എടുക്കുന്നു. ഓക്കെ, അവർക്ക് വിട്ടുപോകാൻ പറ്റാത്ത ചിന്തകളൊക്കെ ഉള്ള, ഓക്കെ, ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ അത് ഫാമിലി ആയിരിക്കണം. പാരൻസ് ഫാമിലി എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അങ്ങനെ. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരെ ഒന്ന് സെറ്റിൽ ആക്കിയതിന് ശേഷമേ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ അവിടെ സമയമുള്ളൂ. ഇപ്പോൾ ഫോക്കസ് കരിയറിലാണ്. ക്ലാരിഫൈ 8 of swords. Clarify
8 of Swords. Please clarify 8 of Swords. Please clarify 8 of Swords. Heartbreak ആണ്. Okay. 3 of Swords and 8 of Cups. ചിലർക്കെങ്കിലും ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്കുള്ള റെസ്ട്രിക്ഷൻസ് മൂലം വാക്ക് അവേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഐ എം സോറി ടു സേ ദിസ്. കാർഡ്സ് കാണിക്കുന്നത് പറയാതെ നിവൃത്തിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ചുരുക്കം. അവരിപ്പോൾ സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിലാണ്. ഒന്നുകിൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞിരിക്കാം, അതുകൊണ്ട് അവർ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ട് ഇതൊന്ന് മൂവ് അവേ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം അവർ തൽക്കാലം തീരുമാനിക്കുകയാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം സെൽഫ് റെസ്ട്രിക്ഷൻ ആണ്, അവരായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ്. അതിൽ നിന്ന് മൂവ് അവേ ചെയ്യാൻ അവർ തീരുമാനിക്കും എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഗൈഡൻസ് ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുക്കാം. പ്ലീസ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ യുവർ വ്യൂവേഴ്സ്. വാട്ട് ഷുഡ് ദേ ഡു നെക്സ്റ്റ്? Please provide guidance for my viewers. What should they do next? Please provide guidance. What should they do next? വിഷമിച്ചിരിക്കാതെ, ഹെർമിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ദൂരെ നോക്കി ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് കാണും. കാരണം ആ ഇതില് ആ ഇരുട്ടിലേക്ക് നോക്കിയിരിക്കാതെ ദൂരെ ഒരു വെളിച്ചം ഉണ്ട്, ആ വെളിച്ചത്തിലേക്ക് ഫോക്കസ് ചെയ്യൂ, ആ ഹോപ്പിലേക്ക് ഫോക്കസ് ചെയ്യൂ എന്നാണ് ആദ്യത്തെ ഗൈഡൻസ്. രണ്ടാമത്, നിങ്ങളിപ്പോൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻസൈറ്റി, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഇതെല്ലാം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള കാര്യങ്ങളിൽ സ്വയം ഫോക്കസ് ചെയ്യണം. കുറച്ച് സെൽഫ് ലവ്, മെഡിറ്റേഷൻ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന, വേറെ ഒന്നും പുറത്തേക്കൊന്നും പോകണ്ട. വീട്ടിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തുടക്കത്തിൽ ഒരു 15 മിനിറ്റ്സ് ഇരിക്കും. നിങ്ങൾ ഹാഫ് ആൻ അവർ ഇരിക്കണം എന്ന് പോലും ഞാൻ പറയുന്നില്ല. ഒരു 15 മിനിറ്റ്സ് ഒന്ന് ഇരുന്ന് ഡിവൈൻ്റെ അടുത്തൊന്ന് ഡിവൈനായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിലേക്ക് ശ്രദ്ധ കൊടുക്കുക. വെച്ചാൽ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾക്കും ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. നിങ്ങൾ സ്വയം സമ്പാദിക്കുക. നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കുക. നിങ്ങൾക്കൊരു ഡൈവേർഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം, കഴിയുന്നതും ഒരു ജോലിക്ക് പോവുക. കീപ് യുവർ സെൽഫ് ബിസി സോ ദാറ്റ് യു വോണ്ട് തിങ്ക്. മനസ്സിലായോ? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകുന്നത് നെഗ്ലക്റ്റ് ചെയ്യരുത്. സ്വന്തം റെസ്പോൺസിബിലിറ്റീസിലേക്ക് ശ്രദ്ധ ചെലുത്തൂ. ഓക്കെ, മെഡിറ്റേഷൻ. ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മെഡിറ്റേഷൻ, കണ്ടംപ്ലേഷൻ. മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് അവരെ മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ടാവും, അത് നമുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. യു വിൽ ബി മിസ്സിങ്. ആ ഒരു ഫീലിംഗ് നിന്ന് പുറത്ത് കടക്കാൻ മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്തത് സ്റ്റാർ കാർഡാണ് കേട്ടോ. ഹോപ്പാണ്. ചിലർക്കെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെന്റ് വരും എന്നും ഡിവൈൻ പറയുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു സെലിബ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് ചിലർ വരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവർക്കുള്ളൊരു സെലിബ്രേഷൻ മൂഡും അവിടെ കാണുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നും ഡിവൈൻ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ലോങ് ആയി ഇപ്പൊ തന്നെ വീഡിയോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫീലിങ്സ് ഒന്ന് ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം. ക്വിക്കായിട്ട്. ലോങ് വീഡിയോ വേണമെങ്കിൽ ഞാൻ നാളെ സമാധാനമായിട്ട് ചെയ്യാം. ഓക്കെ, അതേ എന്ന് നടക്കുള്ളൂ. ഇനി ഇത് നീണ്ടു കഴിഞ്ഞാൽ 35-36 മിനിറ്റ് പോവും. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുമായിട്ട് റെസനേറ്റ് ആയെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഒരു നെഗറ്റിവിറ്റിയും ജീവിതത്തിനെ ബാധിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. എന്തെങ്കിലും നെഗറ്റിവിറ്റി വരുന്നു എന്ന് തോന്നിയാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ. ഉടനെ തന്നെ വേറൊരു റീഡിംഗ് ആയിട്ട് നമുക്ക് കാണാം. ബൈ.